Good evening, friends. Welcome to Daily Analysis Program. എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റി സ്റ്റാർട്ടിലോട്ട് നോക്കാം. ഇത് നിഫ്റ്റി വീക്ക്ലി ചാർട്ടാണ്. ഞാൻ ഓൾറെഡി വീക്ക്ലി ചാർട്ടിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല, ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. നമുക്ക് ഡെയിലി ചാർട്ട് നോക്കാം. ഡെയിലി ചാർട്ടിൽ നമുക്ക് ഫസ്റ്റ് 5 മിനിറ്റ് ചാർട്ട് നോക്കിയിട്ട് ഡെയിലി ചാർട്ട് നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു നമ്മുടെ ഇതൊരു മേജർ സപ്പോർട്ടാണ്. ബട്ട് ഈ സപ്പോർട്ട് ഡയറക്റ്റ്ലി പ്രൈസ് ആക്ഷൻ വെച്ച് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ഫോൾ എടുത്താൽ റിവേഴ്സിനുള്ള ചാൻസ് ഉണ്ടാവും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ എൻട്രി ചെയ്തെടുത്തവർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. സോ ഇത് ഫോളായി ഇവിടെ ഒരു പ്രൈസ് ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ട് അത് താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാമായിരുന്നു. ബട്ട് അത് പോയില്ല. നിങ്ങൾ ഇവിടെ ഇവിടെ ഡയറക്റ്റ് ഈ ഒരു ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്രോസ് ചെയ്ത് എൻട്രി എടുത്താൽ, അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് എൻട്രി എടുത്ത് ഈ ക്രോസ് ചെയ്ത് എൻട്രി എടുത്തവർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓൾറെഡി ആ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ആയിട്ടില്ല. സോ അത് ലാസ്റ്റ് ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കി മുകളിലോട്ടിന് ഓൾമോസ്റ്റ് സെയിം ഏരിയ തന്നെ, ഓപ്പൺ ചെയ്ത ഏരിയ തന്നെ ക്ലോസ് ആയിട്ടുണ്ട് ഫ്ലാറ്റ് ആയിട്ട്. സോ ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. സോ നാളെ ഇത് പിന്നെയും ഇതിന്റെ താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് ട്രിഗർ ചെയ്യാം. ഓക്കെ, ഓൾറെഡി താഴോട്ട് വന്നു, തിരിച്ചു പോയി. നാളെയും താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അത് ഫോളോ അപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇനി ഒരു പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ പോലെ അല്ലായിരുന്നു, ഒരു നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. 500 പോയിന്റ്സ് ഓൾമോസ്റ്റ് ഡേ ലോ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. പ്യുവർ പ്രൈസ് ആക്ഷൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കണമായിരിക്കും നല്ലത്. ഒരു കൺസോൾട്ടേഷൻ ഏരിയ തന്നെയാണ്, ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടാക്കി കൺസോൾട്ടേഷൻ ഏരിയ തന്നെയാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് കുറച്ച് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, കുറച്ച് നെഗറ്റീവ് ആയിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ്. നമുക്ക് നോക്കാം. സിൽവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ താഴെ വരികയാണെങ്കിൽ ഇതിന്റെ നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഇതാണ്. നമ്മുടെ താഴെ വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. സോ സെല്ലിങ് ഇവിടെ വയ്ക്കുകയാണെങ്കിൽ, പക്ഷേ സ്റ്റോപ്പ് ലോസ് വളരെ വലുതാണ്. സോ നമുക്ക് നോക്കാം, ഇത് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യോ അതോ തിരിച്ച് ഇതിന്റെ സ്റ്റോപ്പ് ലോസ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നെന്ന്. ഗോൾഡ് നമുക്കൊരു സെല്ലിംഗ് പ്രഷറിൽ കാണുന്നുണ്ട്. നമ്മൾ ഇതുവരെ 4200 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സിൽവർ നോക്കി, നിഫ്റ്റി നോക്കി, ബിറ്റ്കോയിൻ നോക്കാം. ബിറ്റ്കോയിൻ ആ ഏരിയ തന്നെയാണ്. ഞാൻ ഒരു മാസമായിട്ട് മോർ ദാൻ എ മന്ത് ആ ഏരിയ തന്നെയാണ്. ഓൾമോസ്റ്റ് 20 നവംബർ തൊട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 മന്ത് ആ ഏരിയ തന്നെയാണ്. അത് ഞാൻ പറയുന്നു, ഓൾവേസ് എപ്പോഴും പറയുന്ന പോലെ ഒരു ബിഗ് മൂവ്മെന്റിന് വേണ്ടി റെഡി ആവുകയാണ്. മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഓൺ ദ അപ്സൈഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മോസ്റ്റ്ലി അപ്സൈഡ് മൊമെന്റത്തിന് വേണ്ടിയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇത് ഈ ഇയർ ക്ലോസ് ചെയ്ത ശേഷം ഞാൻ ഇയർലി ക്യാൻഡിൽ എടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്യൂർലി ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്. ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഉണ്ടോ, ഇതൊരു ബിറ്റ്കോയിൻ്റെ ഒരു ഡോജി ക്യാൻഡിലാണ്. സോ ഡോജി ക്യാൻഡിൽ ഉള്ളപ്പോൾ നമ്മൾ സ്ട്രാറ്റജി അറിയാമല്ലോ. ഓപ്പൺ ചെയ്ത് ഏത് ഡയറക്ഷനിലാണോ പോകണോ ആ ഡയറക്ഷനിൽ ഹൈയിലുള്ള സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, ട്രിഗർ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫ്ലാറ്റ് ആയിട്ട് പോകണമെങ്കിൽ നല്ലൊരു മൂവ്മെന്റത്തിന് ചാൻസ് ഉണ്ട്. ഒരു 30,000 മൂവ്മെന്റത്തിനുള്ള ചാൻസ് ഉണ്ട്. ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അത് തന്നെയാണ്. സോ നെക്സ്റ്റ് ഇയർ ബിറ്റ്കോയിന് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീക്ക്ലി അനാലിസിസും മന്ത്ലി അനാലിസിസും ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. സോ പെർഫെക്റ്റ് ഒരു 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 ട്രേഡിന് വേണ്ടിയുള്ള പെർഫെക്റ്റ് ആയിട്ടൊരു ഫോം ആവുകയാണ് വീക്ക്ലി ക്യാൻഡിലെല്ലാം ബിറ്റ്കോയിൻ. സോ നമുക്ക് ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കാം. ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 മാത്രം 0.04 അപ്പായിരുന്നു, ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സും ഡൗൺ ആയിരുന്നു. ബജാജ് ഓട്ടോ നിഫ്റ്റി 50ൽ ബജാജ് ഓട്ടോ 2.32 അപ്പായിരുന്നു. ഹിൻഡാൽകോ 2.12, ശ്രീറാം ഫിനാൻസ് 1.99 അപ്പായിരുന്നു. എറ്റേണൽ 2.21, ഐഷർ മോട്ടോഴ്സ് 1.92, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് 1.79 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ ജിൻഡൽ സ്റ്റീൽ 3.05 അപ്പായിരുന്നു. അദാനി പവർ 2.71, വേദാന്ത ലിമിറ്റഡ് 2.18 അപ്പായിരുന്നു. ഇന്ത്യൻ ഹോട്ടൽ 1.37, നൗക്കരി 1.43, ബജാജ് ഹോൾഡിംഗ് 2.01, മാസ്ഡോക്ക് 2.49 ഡൗൺ ആയിരുന്നു.
മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ IOB, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, നല്ലൊരു PSU ബാങ്ക്സ് എല്ലാം നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഞാൻ PSU ബാങ്കിൻ്റെ ചാർട്ട് ഇന്നൊരു ദിവസം കാണിക്കാം. അതൊക്കെ നല്ലൊരു പൊസിഷൻ ചെയ്തിട്ടുണ്ട് PSU ബാങ്ക്സിൻ്റെ ചാർട്ട്. സോ PSU ബാങ്ക് 6.86, IOB സെയിൽ 5.38, നാഷണൽ അലുമിനിയം 5.35, JK Cement 4.09, കോറോമണ്ടൽ 4.16 ആൻഡ് ലോയിഡ്സ് SME 6.08 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ 8.93, ആഷ ഇന്ത്യ 6. എനിക്കറിയത്തില്ല കേട്ടോ ഈ സ്റ്റോക്ക്. ആസാസ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു. 6.93 അപ്പായിരുന്നു. സോ ഈ സ്റ്റോക്ക് നിങ്ങളൊന്ന് നോക്കി ട്രാക്ക് ചെയ്യണം. ABSL AMC, ആദിത്യ ബിർള AMC നല്ലൊരു സ്റ്റോക്കാണ്. റെക്കമെൻഡേഷൻ അല്ല, ബട്ട് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്തോളൂ ഈ സ്റ്റോക്ക്. MMTC 4.83 ഡൗൺ ആയിരുന്നു. Capli Point 5.10 ഡൗൺ ആയിരുന്നു. PTCL 5.97 ഡൗൺ ആയിരുന്നു. സോ ഇതെല്ലാമാണ് ഇന്നത്തെ മെയിൻ ന്യൂസ്. നോക്കുകയാണെങ്കിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ഓസ്ട്രേലിയ ട്രേഡ് അഗ്രിമെന്റ് ഫൈനലൈസ് ആയി. സോ 0% ടാക്സ് ഫോർ ഓൾ ദ 100% ഗുഡ്സ് ഫ്രം ജനുവരി 2026 തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ. സോ സെക്കൻഡ് ന്യൂസ് വന്നിട്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഓൾമോസ്റ്റ് 5,000 crore ഒരു ഓർഡർ പ്ലാനിങ് ഉണ്ട് ഡിഫൻസിന് വേണ്ടി. സോ നമ്മൾ നിഫ്റ്റിയിൽ ഒരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് 5 days ആയിട്ട് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്, നെഗറ്റീവ് ക്യാൻഡിലാണ്. സോ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. സോ ഈ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് താഴോട്ട് വരാണെങ്കിൽ യെസ് നല്ലൊരു പോയിന്റ് പോകാനുള്ള, പക്ഷെ മോസ്റ്റ്ലി ഈ ക്രൂഷ്യൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ബിക്കോസ് കണ്ടിന്യൂസ് 5 minute ക്യാൻഡിലും ആ ഒരു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സപ്പോർട്ടിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ മുകളിലോട്ടുള്ള പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ആർക്കൊക്കെ പൊസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ബിക്കോസ് വീക്ക്ലി ക്യാൻഡിൽ ഇപ്പോഴും നെഗറ്റീവാണ്. സോ അതാണ് ഞാൻ നെഗറ്റീവ് എന്ന് പറയാൻ കാരണം, നെഗറ്റീവാണ്. സോ താഴോട്ട് വരാണെങ്കിൽ നല്ലൊരു ടാർഗറ്റിനുള്ള ചാൻസ് ഉണ്ട്. മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത പ്രൈസിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഓപ്ഷൻ DK പ്രീമിയം കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാവും. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.